ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കോളേജിലോട്ട് പോകുന്ന നികേഷ് കോളേജ് ടൈം കഴിഞ്ഞിട്ടും തിരിച്ച് വീട്ടിൽ വരാത്തതിനെ സംബന്ധിച്ച് നികേഷിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിനുശേഷം സുഭാഷിനെയും സുധീഷിനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. എല്ലാവരും നികേഷിനെ അന്വേഷിക്കുകയാണ്. അതിനുശേഷം നികേഷിനോട് സംസാരിച്ച കാര്യങ്ങളിങ്ങനെ ഓർമ്മ വരുന്നു. ആ സമയത്ത് ഒരു ദിവസം നികേഷും നിധിയും കൂടി ഇങ്ങനെ ഇരുന്ന് ചെസ്സ് കളിക്കുന്ന സമയത്ത് നികേഷിനോട് സംസാരിക്കുന്നുണ്ട്. ഏടത്തി ബീച്ചിൽ പോയിട്ടുണ്ടോ? എനിക്ക് ബീച്ചിൽ പോയിരിക്കാൻ വലിയ ഇഷ്ടമാണ്. എന്തെങ്കിലും ടെൻഷനൊക്കെ ഉള്ള സമയത്ത് ഞാൻ ബീച്ചിൽ പോയിരിക്കും. മുൻപ് ഏട്ടത്തി ഇവിടെ വരുന്നതിന് മുമ്പ് ആഴ്ച 5 ദിവസമെങ്കിലും ഹരീഷ് ഏട്ടനും സുധീഷ് ഏട്ടനായിട്ട് വഴക്ക് കൂടും. ആ സമയത്ത് ഞാൻ ബീച്ചിൽ പോയിരിക്കും. ഒറ്റയ്ക്കോ? അല്ല, ചിലപ്പോൾ ഒറ്റയ്ക്ക് പോവും, ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോകുമെന്ന് പറയും. ഏട്ടത്തി പോയിട്ടുണ്ടോ? നിങ്ങളുടെ തക്കലയിലൊക്കെ ബീച്ചൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അവിടെ കുറവാണ്, ഇവിടെ ഒരുപാട് ബീച്ചുണ്ട്, പക്ഷേ ഞങ്ങൾ ആരും അങ്ങനെ ഒരുമിച്ച് പോയിട്ടില്ല. ഞാനും ഫ്രണ്ട്സുമായിട്ട് വല്ലപ്പോഴൊക്കെ പോകത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ ആ സംസാരിച്ചൊക്കെ ഓർമ്മ വരുന്ന നിധിക്ക് സംശയം വരും, നികേഷ് ഇനി ബീച്ചിലെങ്ങനെ പോയിട്ടുണ്ടോ എന്ന്. അതറിയുന്ന സുധീഷിനോട് വിളിച്ച് പറയും, സുധീഷ് എനിക്കൊരു സംശയം, നികേഷ് ബീച്ചിലൊന്ന് അന്വേഷിക്കണേന്ന് പറയും. അങ്ങനെ സുധീഷ് നേരെ ബീച്ചിലോട്ട് വരുമ്പോൾ ബീച്ചിലിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുന്നതാണ് കാണുന്നത്. ആ സമയത്ത് സുധീഷിനങ്ങ് സന്തോഷമാവും നികേഷിനെ കാണുന്നത്. അങ്ങനെ സുധീഷ് വന്ന് നികേഷിനോട് സംസാരിച്ച് ആശ്വസിപ്പിച്ചാണ് തിരിച്ച് കൂട്ടിക്കൊണ്ടാൻ ശ്രമിക്കുന്നത്. ആ സമയത്ത് സുഭാഷിനെയും കൂടി കാണുമ്പോൾ നികേഷ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചാൽ കരയും. നീ എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ ഞങ്ങളോട് കാണിച്ചത്? നിന്നെ ഞങ്ങൾ സ്വന്തം അനിയനായിട്ടല്ലേ കണ്ടിട്ടുള്ളത്. നിന്നെ കൊച്ചുനാളിൽ എൻ്റെ കൈ കിട്ടി അന്ന് തൊട്ട് നീ എനിക്ക് എന്നെ അനിയനല്ല, എൻ്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ഒരുപാട് കരയാണ്. അങ്ങനെ നികേഷ് സുഭാഷിനെ കെട്ടിപ്പിടിച്ചാൽ കരയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി തിരിച്ച് നികേഷിനെയും കൂട്ടി വീട്ടിലോട്ട് വരുന്നുണ്ട്. മടങ്ങുന്ന വഴിയിൽ സുഭാഷ് വിളിച്ച് ഹരീഷിനൊക്കെ പറയും, ഹരീഷ് നികേഷ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, നീ വീട്ടിലോട്ട് വരാൻ പറയും. അങ്ങനെ ഹരീഷും അന്വേഷണം നിർത്തി വീട്ടിലോട്ട് വരും. അപ്പോൾ നിധിയോട് പറയും, നികേഷിനെ അവർ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് ഏട്ടത്തി എന്ന് പറയും. പക്ഷേ ഇതൊക്കെ കൂടി ചെന്ന് നിധി ഭാസ്കരനോട് പറയും. ഭാസ്കരൻ അവിടെ ഇങ്ങനെ വിഷമിച്ച് കിടക്കുകയാണ്. ഭാസ്കരൻ പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കുന്ന മട്ടേയല്ല, പാട്ട് ഒച്ചത്തി വെച്ചിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഹരീഷ് പറയും, കണ്ടില്ലേ ഇവിടെ ഇത്രയൊക്കെ സംഭവം നടന്നു, സ്വന്തം മോനെ കാണാനില്ല, എന്നിട്ട് അങ്ങേർക്ക് വല്ല ചലനം ഉണ്ടോ എന്ന് നോക്കേ, പാട്ടും കേട്ടിരിക്കുക. ഹരീഷ് അത് പറയുന്നത് കേട്ടിട്ടും ഭാസ്കരന് യാതൊരു അനക്കവുമില്ല. ഭാസ്കരൻ ശ്രദ്ധിക്കാവുന്ന മട്ടി കിടന്ന് ഉറങ്ങുവാണ്. അപ്പോഴത്തേക്ക് നികേഷിനെയും കൂട്ടിക്കൊണ്ട് എല്ലാവരും വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഹരീഷ് ഓടി വന്ന് നികേഷിനെ വഴക്ക് പറയും, നീ എന്തുവാടേ കാണിച്ചത്, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കും. ഹരീഷിനങ്ങ് ഭയങ്കര ഇഷ്ടമാണ് നികേഷിനെ. നിന്നെ ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയോ എന്തെങ്കിലും ചെയ്തോ, നീ ഞങ്ങളുടെ സ്വന്തം അനിയനല്ലേ, മറ്റൊരു അമ്മ നിന്നെ പ്രസവിച്ചെന്ന് കേട്ട് നീ ഞങ്ങളുടെ അനിയനല്ലാതാവോ, നിന്നെ കാണാതെ ഇത്രയും നേരം ഞങ്ങൾ എന്ത് വിഷമിച്ചെന്നറിയാവോ, നീ ഇല്ലാതെ ഒരു ദിവസം ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞങ്ങ് നികേഷിനോട് കെട്ടിപ്പിടിച്ചാൽ കരയുവാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി നികേഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിധിയും വന്ന് പറയും, നികേഷെ സ്വന്തം രക്തബന്ധത്തിലുള്ളവർ മാത്രമല്ല സഹോദരൻ സഹോദരി ആവുന്നത്. ഇവിടെ വന്ന സമയം തൊട്ട് നീ എനിക്കെൻ്റെ സ്വന്തം അനിയനാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ അടുത്ത കൂട്ട് നീയായിരുന്നു. നിന്നെ ഒരു ദിവസം പിരിയാൻ ഞങ്ങൾക്ക് ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെറിയ കാര്യത്തിന് വേണ്ടിയാണോ നീ ഇങ്ങനെ വീട് വിട്ട് പോയത്? നിന്നെ ഇത്രയും സ്നേഹിക്കുന്ന 3 ചേട്ടന്മാരില്ലേ നിനക്ക്, അതുകൊണ്ട് നീ ഒരിക്കലും ഈ വീട് വിട്ട് പോകരുതെന്നൊക്കെ നിധി ഉപദേശിക്കും. ഇല്ല ഏട്ടത്തി, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് നിധിയോട് പറയും. അതിനുശേഷം എല്ലാവരും കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് രാത്രിയാകുമ്പോൾ സുഭാഷിന് ഉറക്കമില്ല. സുഭാഷ് നികേഷ് ഇങ്ങനെ കിടക്കുന്നതിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ എടുത്തിട്ട് കാല് പരസ്പരം കൂട്ടിക്കെട്ടും. അപ്പോൾ നിധി അത് കാണും. നിധിക്ക് അങ്ങ് വിഷമമാവും. നികേഷിനോടുള്ള ഇഷ്ടക്കൂടുതലാണ്. അപ്പോൾ നികേഷ് പെട്ടെന്ന് അനക്കം തട്ടുമ്പോൾ എഴുന്നേക്കാണ്. നികേഷ് എന്താ ഏട്ടാ ഇതൊക്കെ? അത് മോനെ, നീ ഇനി രാത്രിയിലെങ്ങാനും എഴുന്നേറ്റ് പോകുമെന്നൊരു പേടി ഏട്ടാ. എനിക്ക് മുമ്പ് അങ്ങനെ ഒരു അബദ്ധം പറ്റി, ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇനി ഞാൻ ഏട്ടനെ ഒന്നും ഉപേക്ഷിച്ച് ഇവിടുന്ന് പോവില്ല. അന്ന് എനിക്ക് വിഷമം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ബീച്ചിൽ പോയിരുന്നതെന്നൊക്കെ പറയും. അങ്ങനെ അവരെല്ലാവരും കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് നിധിയുടെ വീട്ടിൽ അരുണുമായിട്ടുള്ള നല്ല കുറച്ച് മൊമെൻറ്റ്സ് ഓർക്കുന്നുണ്ട്. ചേട്ടനും അനിയനും അച്ഛനും സന്ദ്രേട്ടത്തെയായിട്ടുള്ള നല്ല നിമിഷങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. ശേഷം രാവിലെ എല്ലാവരും ജോലിക്ക് പോവാണ്. ആ സമയത്ത് സുഭാഷ് ജോലിക്ക് പോകത്തില്ല. അപ്പോൾ നികേഷ് ചോദിക്കും, ഏട്ടൻ ഇന്ന് പോകണ്ടായോ? ഇന്ന് ഞാൻ പോകുന്നില്ല, അല്ലെങ്കിലും പൊതുവെ ഇപ്പോൾ വർക്കൊക്കെ കുറവാണ്, ഇന്ന് ഞാൻ നിനക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറയും. വേണ്ട, നമുക്കിന്ന് പുറത്തുനിന്ന് മേടിക്കാമെന്ന് പറയും. എങ്കിൽ ശരി, നിനക്ക് ബിരിയാണി അല്ലേ ഇഷ്ടം, എങ്കിൽ നമുക്ക് സുധീഷിനെ കൊണ്ട് ബിരിയാണി ഓർഡർ ചെയ്യിക്കാമെന്ന് പറയും. അങ്ങനെ പുറത്തുനിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരിക്കും. സുഭാഷ് ഏട്ടൻ വിഷമിക്കേണ്ട, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. എന്നാലും സാരമില്ല, ഞാൻ ഇന്ന് നിൻ്റെ കൂടെ നിൽക്കുമെന്ന് പറയും. അങ്ങനെ സുഭാഷിനെ കൊണ്ട് ഫുഡ് ഓർഡർ ചെയ്യിപ്പിക്കും.
അപ്പോൾ ഗൂഗിൾ പേ ചെയ്യാമെന്ന് നോക്കുമ്പോഴത്തേക്ക് സുധീഷിൻ്റെ അക്കൗണ്ടിൽ കാശ് കാണത്തില്ല. അപ്പോൾ നിധിയുടെ മുമ്പിൽ സുധീഷ് അങ്ങ് നാണം കെടും. അപ്പോൾ പറയും അത് സാരമില്ല, നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാം, ഗൂഗിൾ പേ ചെയ്യേണ്ടെന്ന് പറയും. അപ്പോൾ സുഭാഷ് ചേട്ടൻ്റെ കാശ് കാണുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്യും. അതിനുശേഷം എല്ലാവരുടെയും ഫുഡൊക്കെ കഴിക്കും. അതിനുശേഷം നികേഷിനെയും കൂട്ടിക്കൊണ്ട് നിധി അമ്പലത്തിൽ പോവും. അമ്പലത്തിൽ പോകുന്ന സമയത്ത് നികേഷിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. വീട്ടിലെ കാര്യവും തക്കലയിലെ കാര്യമൊക്കെ പറയും. പിന്നെ കോളേജിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കും. നികേഷിൻ്റെ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ അവർ തമ്മിലിരുന്ന് ഒരുപാട് നേരം സംസാരിക്കും. അതിനുശേഷം രണ്ടുപേരും കൂടി വീട്ടിലോട്ട് വരികയാണ്. ആ സമയത്ത് സുധീഷ് വന്നിട്ട് ചോദിക്കും, നിധി എന്ത് ചെയ്യും സുഭാഷ് ചേട്ടാ? അത് നിധി നികേഷിനെയും കൂട്ടി അമ്പലത്തിലോട്ട് പോയേക്കുവാണ്, നിധിക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയും. അതെന്താ? അതൊക്കെയുണ്ട്, നിധി വരട്ടെന്ന് പറയും. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് തിരികെ വീട്ടിലെത്തുന്ന നിധിയെയും കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നേരെ പോകുന്നത് യൂണിവേഴ്സിറ്റിയിലോട്ടാണ്. നിധിയുടെ സർട്ടിഫിക്കറ്റ് നിധിയുടെ കയ്യിൽ കിട്ടുകയാണ്. നിധിക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ സുധീഷുമായിട്ട് നിധി ഒരുപാട് നേരം സംസാരിക്കും. സുധീഷിന് താങ്ക്സ് ഒക്കെ പറയും. ആദ്യമായിട്ടാണ് നിധി ഒരു താങ്ക്സ് പറയുന്നത് സുധീഷിന് വളരെ ജെന്യുവിനായിട്ടുള്ളൊരു കാര്യം ചെയ്തതിന്. അങ്ങനെ ആ സന്തോഷത്തിൽ നമുക്ക് രണ്ടും കൂടി കുറച്ച് നേരം ബീച്ചിൽ പോയാലോ എന്ന് ചോദിക്കും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കുറച്ച് നേരം ബീച്ചിലൊക്കെ പോകുന്നു സംസാരിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.